ക്രിസ്മസ് പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ റോബർട്ട് എച്ച് വിറ്റാക്കർ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ RS വിറ്റാക്കർ കണ്ടുപിടിച്ചിട്ടുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം വർഗീകരണം. അപ്പൊ അത് നമുക്ക് വേഗം തന്നെ ഒന്ന് നോക്കി പഠിക്കാം. 5 കിങ്ഡം വർഗീകരണം എന്ന് പറഞ്ഞാൽ കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയാണ്. മൊനീറയിലെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്, പ്രൊട്ടിസ്റ്റ അമീബയാണ്, ഫഞ്ചൈയിൽ കുമിളുകൾ മഷ്റൂംസ് ആണ്, പ്ലാന്റിലാണ് നമ്മുടെ സസ്യങ്ങൾ പ്ലാന്റ്സ്, ആനിമേലിയിൽ ആനിമൽസും. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊനീറയിലെ യൂണിസെല്ലുലാർ അതുപോലെ ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ്, ഏകകോശ പ്രോകാരിയോട്ടുകളാണ്. പ്രൊട്ടിസ്റ്റയിലെ യൂണിസെല്ലുലാർ വിത്ത് ന്യൂക്ലിയസ് ആണ്, ഏകകോശികളാണ്, അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, സോ ദേ ആർ യൂകാരിയോട്ടുകൾ എന്ന് പറയാം. പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞതോ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ജീവികളും അതുപോലെ ബഹുകോശികളും. മൾട്ടി സെല്ലുലാർ ആണ്, അവർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അവരെന്ത് ചെയ്യുന്നു, ബഹുകോശികളായിട്ട് ജീവിക്കുന്നു, പരപോഷികളുമാണ്. ഇനി പ്ലാന്റിലേക്ക് വരുമ്പോഴോ അവർ സ്വപോഷികളാണ്, ഓട്ടോട്രോഫിക് ആണ്, പക്ഷെ ഇന്ത്യയിലെ മൂവ്മെന്റ് പോസിബിൾ അല്ല, അവരും മൾട്ടി സെല്ലുലാർ ബഹുകോശ ജീവികളാണ്. ഇനി ആനിമലിലേക്ക് വരുമ്പോൾ ലോക്കോമോഷൻ, അവർക്ക് സഞ്ചരിക്കാൻ കഴിവുണ്ട്, മാത്രമല്ല അവരും എന്താണ്, പരപോഷികളും ബഹുകോശ ജീവികളുമാണ്. ഹെട്രോട്രോഫിക് ആണ്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നു, മാത്രമല്ല അവർ മൾട്ടി സെല്ലുലാർ, ഒന്നിൽ കൂടുതൽ കോശങ്ങളാൽ കാണപ്പെടുന്നവയുമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ.